പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിചിത്രമായ നടപടി ഉണ്ടാവുകയാണ്. നവകേരള സദസ്സിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പ്രതിപക്ഷ യുവജന വിഭാഗത്തിന്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കുറുപ്പുംപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നു. 5-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിഷേധം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന വിചിത്രമായ വാദമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നടപടിയുമായി ബന്ധപ്പെട്ട്, പോലീസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നു. നിയമപരമായി ഈ വിഷയത്തെ നേരിടാൻ തന്നെയാണ് 24ന്റെ തീരുമാനം. അല്പസമയം മുമ്പ് ചീഫ് എഡിറ്റർ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, ഏത് തരത്തിലാണ് ഇനി ഈ വിഷയത്തിൽ 24 നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. ശ്രീകാന്ത് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ വിചിത്രമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ കേസ് നിൽക്കില്ല എന്നുള്ള കാര്യം പോലീസിന് തന്നെ അറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു. മുമ്പ് ഇതുപോലുള്ളൊരു കേസിന് കോടതിയിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത്, ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്? എന്താണ് നമ്മൾ കരുതേണ്ടത് ശ്രീകാന്ത്? ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം 2 നോട്ടീസുകൾ കുറുപ്പുംപടി പോലീസ് നൽകിയിരുന്നു. അതിൽ പറയുന്നത്, ഒന്നാമത്തേത് വിനീതയ്ക്കാണ് നൽകിയത്. അതിൽ പറയുന്നത്, ഈ സംഭവം നടന്ന സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ 120B 308 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ഹാജരാകണം എന്നുള്ളതാണ് കുറുപ്പുംപടി SHO നൽകിയ ഈ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. മറ്റൊന്ന് എനിക്കുമാണ് വന്നത്. ഇതിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല, ഔദ്യോഗിക തിരക്കുകളുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2:30 കോടതി മുൻപാകെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ ഈ മാധ്യമപ്രവർത്തക വിനീത വിജിയെ പ്രതിയാക്കിക്കൊണ്ടാണ്, 5-ാം പ്രതിയാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഈ 120B ഗൂഢാലോചന, അതോടൊപ്പം 308 വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ, നേരത്തെ ഉണ്ടായിരുന്ന പ്രതികൾക്കെതിരെ ചുമത്തിയ അതേ വകുപ്പുകൾ 5-ാം പ്രതിയായി ചേർത്തിട്ടുള്ള വിനീത വിജിക്കെതിരെ ചുമത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഈ അയച്ച നോട്ടീസിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, നിങ്ങൾ ആ സമരം നടക്കുമ്പോൾ ആ സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രതിയാക്കുന്നതോടുകൂടി ഗൂഢാലോചന നടത്തി മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ ചെയ്ത കുറ്റം എന്താണോ അതേ കുറ്റം തന്നെയാണ് വിനീത വിജിക്കെതിരെയും പോലീസ് ആരോപിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ രൂക്ഷ വിമർശനം ഈ 308 ചുമത്തിയതിന് ഏറ്റുവാങ്ങിയതാണ് കേരള പോലീസ്. നാണം കെട്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കേരള പോലീസ് മടങ്ങിയത്, ഈ കുറുപ്പുംപടി CI മടങ്ങിയത്, അന്ന് അവിടെ ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടർ, സർക്കാർ അഭിഭാഷകൻ മടങ്ങിയത്. ആ കേസ്, സമാനമായ കേസ് ഇന്നിപ്പോൾ വീണ്ടും അവർ വിനീത വിജിക്കെതിരെ ചുമത്തിയിരിക്കുന്നു. ഇതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അവിടെ തത്സമയം ഉണ്ടായിരുന്ന വ്യക്തിയാണ് വിനീത വിജി, അവരതവിടെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് അവർ കരുതുന്നത്. അവർ അത്തരത്തിൽ ആരോപിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, കേരള പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ, ഈ കേസ് കോടതിയിൽ നിൽക്കില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ ഉറപ്പാണ്. പക്ഷേ പരമാവധി കേസെടുത്ത് ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിൽ പോലീസ് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തം. നേരത്തെ മുൻപും കൊച്ചിയിലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കുകയും അവസാനം ഹൈക്കോടതി അത് എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിയുകയും ചെയ്ത ചരിത്രം ഉണ്ട്. അത് പോലീസിനും അറിയാവുന്ന കാര്യമാണ്. അതിനു മുൻപും നിരവധി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ നവകേരള സദസ്സ് കടന്നുപോയ വഴിയിലെല്ലാം മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലെ മന്ത്രി റോഷി അഗസ്റ്റ്യൻ തടയാൻ ശ്രമിച്ചിട്ട് പോലും അവിടുത്തെ KUWJ ചുമതലക്കാരൻ കൂടിയായ അവിടുത്തെ മംഗളത്തിന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനമേറ്റ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കൂടിയായ അനിൽ എന്ന വ്യക്തി കഴുത്തിന് പിടിച്ച് തള്ളി മർദ്ദിക്കുന്ന സാഹചര്യം പോലും അവിടെ ഉണ്ടാവുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ നവകേരള സദസ്സ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്കെതിരെ 308 120B ചുമത്തുന്ന അപഹാസ്യമായ നിലയിലേക്ക് കേരള പോലീസ് തരം താഴ്ന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അത് കുറുപ്പുംപടി CI അതിന് മേൽനോട്ടം വഹിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. അദ്ദേഹത്തിന് കോടതിയിൽ നിന്നും കിട്ടിയ തിരിച്ചടി, അദ്ദേഹം അതിൽ പാഠം പഠിച്ചില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാകേണ്ടത്. ശ്രീകാന്ത്, ഒന്ന് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് തന്നെ ഒരു വിചിത്ര വാദമാണ്, കൗതുകമുള്ള വാദമാണ്.
മറ്റൊന്ന് ഈ ദേശീയതലത്തിലൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാധ്യമവേട്ടയ്ക്കെതിരായി ഘോരഘോരം പ്രസംഗിക്കുന്ന CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. ഈ കേസ് നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൈവിട്ട കളികളിലേക്ക് പോലീസ് കടക്കുന്നതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടായി, നിർദ്ദേശമുണ്ടായി എന്ന് തന്നെ കരുതണമല്ലേ ശ്രീക? സ്വാഭാവികമായും ഒരു CI എന്തായാലും അദ്ദേഹത്തിന് പേഴ്സണലി തന്നെ വലിയ തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഇങ്ങനെ ഒരു കേസുമായി കോടതിയിലേക്ക് ചെന്നാൽ എന്നിട്ടും അദ്ദേഹം ഈ ഒരു കൈവിട്ട കളിക്ക് മുതിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹം രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. മറ്റൊന്ന്, ഈ സംഭവത്തിൽ മാധ്യമങ്ങൾ ഈ സർക്കാരിനെ വല്ലാതെ അങ്ങ് വേട്ടയാടുന്നു എന്ന പരാമർശം DYFIയുടെയും CPIMന്റെയും ചില നേതാക്കൾ നടത്തിയിരുന്നു. ആ നടപടിയെ, അവർ നടത്തിയ പരാമർശങ്ങളെ, അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച അവരുടെ വാദങ്ങളെ സാധൂകരിക്കാൻ കൂടിയുള്ളത് നടപടിയായി ഇപ്പോഴത്തെ ഈ കേസെടുപ്പിനെ നമുക്ക് വേണമെങ്കിൽ കാണാം. രണ്ട് കാര്യങ്ങൾ അവർ ആരോപിക്കുന്നുണ്ട്. ഒന്ന്, വിനീത VG അവിടെ ഉണ്ടായി ഈ പ്രതിഷേധം നടക്കുമ്പോൾ എന്നുള്ളതാണ്. ഒരു മാധ്യമ പ്രവർത്തക, ഒരു വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റ് ആദ്യം തന്നെ ഒരു സ്ഥലത്തെത്തുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും അത് പൊതുജന സമക്ഷം എത്തിക്കുകയും ചെയ്യുന്നത് അവരുടെ കഴിവാണ്, അത് അവരുടെ മിടുക്കാണ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തേത്, അവർക്ക് ഈ പ്രതിഷേധിക്കാനെത്തിയ ആളുകൾ മെസ്സേജ് അയച്ചു, ഫോൺ കോൾ ചെയ്തു എന്നുള്ളതാണ്. ഈ പിടിക്കപ്പെട്ട ആളുകൾ നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഘടനയുടെ നേതാക്കളാണ്. യൂത്ത് കോൺഗ്രസും KSUവും ഈ നാട്ടിൽ നിരോധിക്കപ്പെട്ട സംഘടനകളല്ല, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ നേതാക്കളാണ് ഒരു മാധ്യമ പ്രവർത്തകയെ വിളിച്ചത്, സമരം നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു, ഇന്ന സ്ഥലത്ത് നടക്കും, ഈ സമയത്ത് നടക്കും എന്നും അറിയിച്ചു. അവിടെ എത്തിയത് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കാം, അത് ചെയ്യേണ്ട ബാധ്യത അത് നിറവേറ്റുകയാണ് വിനീത VG ചെയ്തത്. SFIയും KSUവും അതോടൊപ്പം തന്നെ ABVPയും ഒക്കെ സമാനമായ രീതിയിൽ പരിപാടികൾ അറിയിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്, നിരന്തരം അവർ വിളിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അവർ നമ്മളോട് പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം മാത്രമേ കാണൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കല്ലേറും ടീർഷെല്ലും ഗ്രനേഡും ഒക്കെയായി വലിയ പുകിലുണ്ടാകാറുണ്ട്. അതൊക്കെ തന്നെ ആ സംഘടനയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസ് പറയുന്നു, ഇവിടെ CPIMന്റെയും DYFIയുടെയും നേതാക്കൾ പറയുന്നു വിനീത VG പ്ലാൻ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന തരത്തിൽ ആരോപണം അവർ സോഷ്യൽ മീഡിയ വഴി അടക്കം ഉന്നയിക്കുന്നു. അപഹാസ്യമെന്നേ പറയാൻ സാധിക്കൂ. വിനീത VGയെ പോലെ ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ട് ചെയ്യാനല്ല യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ നേതൃത്വം ഇവിടെ സമരം സംഘടിപ്പിക്കുന്നത്. അവർക്ക് കൃത്യമായ സംഘടനാ സംവിധാനം ഉണ്ട് എന്ന് മിനിമം കേരള പോലീസ് എങ്കിലും മനസ്സിലാക്കണം, കുറുപ്പുംപടി CI എങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരിയാ ശ്രീകാന്ത്, തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.